ശരിക്കും മഴയുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ തൊട്ടേ മഴ പെയ്യുകയാണ്. ഇന്ന് നോൺ വെജ് ഒഴിവാക്കുന്നില്ല, കാണും, ഫ്രൈ ഒക്കെ കാണും. എന്നാലും ഇന്നൊരു സ്പെഷ്യൽ വെജിറ്റബിൾ വെച്ചാണ് നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് ചീമച്ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുമെന്ന് തോന്നും. ചീമച്ചക്കയും ഉള്ളിയും കൂടെ വഴറ്റിയതാണ്. അപ്പോൾ അരപ്പൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വറുത്തരയ്ക്കുക, തേങ്ങ വറുത്തരച്ച് വെച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം തേങ്ങ വറുത്തരച്ച് അതിനകത്ത് ഉപ്പ് പാകത്തിന് ചേർത്തിട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് കരിയാപ്പിലയില്ലെന്ന് പറഞ്ഞു. ആ നല്ല മഴയത്ത് നമ്മുടെ സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്ന കുടയൊക്കെ പറന്നു പോയായിരുന്നു. അതെല്ലാം വെള്ളം നനഞ്ഞു. എങ്കിലും ഞാൻ അതെടുത്തിട്ട് പോയി കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വന്നു. ഈ ചെറിയ കരിവേപ്പ് അല്ലാതെ വേറെ കരിവേപ്പും നമുക്കുണ്ട്. ഈ ചെറുതാവുമ്പോൾ അടുത്താണ്, എനിക്കധികം മഴ കൊള്ളിയാൻ വേണ്ട. അപ്പോൾ അതിനകത്ത് നിന്ന് 2-3 ഇലകൾ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇനി ഇതും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. സ്പെഷ്യലായിട്ട് ഇങ്ങനെ ലൈവായിട്ട് നമുക്ക് ഇലകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ മണം കിട്ടും. അതിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതിലേക്ക് ഈ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ടു. ഇനി ചില ആൾക്കാർ ഇതിനകത്ത് കടു വറക്കാറുണ്ട്. ആ കടും കൂടെ വറക്കുവാണെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമായിട്ട് കിട്ടും. ഇപ്പോൾ ഇന്ന് നമ്മൾ ഇത് കൂടാതെ പപ്പായയുടെ ഒരു തോരനും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും കൂടെ ഒരുമിച്ച് കടു വറക്കാമല്ലോ എന്നുള്ള ഒരു ആലോചനയാണ്. ഇനി അതിനകത്ത് മസാല മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. മസാലക്കറി പോലെ വെക്കുന്നത്, നമുക്ക് ഇറച്ചിയൊക്കെ കൂട്ടാൻ വെക്കുന്ന അതേ ഒരു മണമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ അടുത്ത അരപ്പുകൾ എടുത്തു. തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് ചുവന്ന മുളകും മഞ്ഞളും കൂടെ അരച്ചെടുക്കുകയാണ്, ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഒരു പപ്പായയുടെ പകുതി മുറി ഇന്നലെ നമ്മൾ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള മുറിയാണ് ഇന്നുള്ളത്. അപ്പോൾ എൻ്റെ വെളുത്തുള്ളിയുടെ ബാലൻസൊക്കെ അവിടെയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയുള്ള കടുകും ചെറിയ ഉള്ളിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഇതിനകത്തോട്ട് ഇട്ടു. അതിനുശേഷം ഈ പപ്പായയും കൂടെ നമ്മൾ ഇവിടോട്ട് ചേർക്കുകയാണ്. ഉപ്പും ആവശ്യത്തിന് ഇടുന്നുണ്ട്. ഇനി നമ്മുടെ അരപ്പവും കൂടെ ചേർക്കണം. ഒരുപാട് പച്ചക്കറികൾ വെന്ത് പോകുന്നത് എനിക്കും അമ്മയ്ക്കും ഒന്നും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അതിന് കുറച്ച് രീതിയിൽ ചെയ്താൽ മതി. ഇനി ആ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യണം. അതിനിടെ നമ്മൾ റൈസ് കൊണ്ട് റെഡിയാക്കുന്നുണ്ട്. ഇനി വെള്ളം ഊറ്റി കഴിയുന്നത് ഇങ്ങനെയാണ്. എന്നിട്ടത് കുനിച്ച് കുറച്ച് നേരം ഇട്ടേക്കും. പുറത്ത് നല്ല തകർത്ത് മഴ പെയ്യുകയാണ്. കാറ്റൊക്കെ ഉണ്ട്, നല്ല കാറ്റുണ്ട്. മരങ്ങളൊന്നും വീഴാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ മഴയത്ത് ചൂട് ചോറും പിന്നെ നമ്മൾ ആ കറികളൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പം 1 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം കറികൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കും. അപ്പോൾ എൻ്റെ 2 സ്പെഷ്യൽ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മത്തി ഫ്രൈ ഉണ്ട്. ഇനി കുറച്ച് അച്ചാർ ഒഴിക്കാനായിട്ട് നമുക്ക് മോരുണ്ട്, സാമ്പാറുണ്ട്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട